റഷ്യയും യുക്രൈനുമായി യുദ്ധം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് നിലപാടിന് ഒപ്പമായിരുന്നു ശശി തരൂർ. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് തരൂർ BJP നിലപാടിനൊപ്പം നിൽക്കുന്നു. മോദി റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായെന്നും തന്റെ പഴയ നിലപാട് തെറ്റെന്ന് ബോധ്യപ്പെട്ടെന്നുമാണ് തരൂർ ഡൽഹിയിൽ നടന്ന റൈസീന ഡയലോഗിൽ പറഞ്ഞത്. പരാമർശം ചർച്ചയായതോടെ വിശദീകരണവുമായി തരൂർ എത്തി. പതിവ് പോലെ പ്രതികരണം. കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന കമ്മിറ്റിയിലെ അംഗമായ തരൂർ പുതിയ മോദി സ്തുതിയിലെയും രാഷ്ട്രീയം പറയാൻ തയ്യാറായില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. പ്രസ്താവന ചർച്ചയായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് താൻ അറിഞ്ഞില്ല എന്നാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞ മറുപടി. കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പാർട്ടി വിലയിരുത്തി പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിന് നേരെയുള്ള ഒരു പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്, എന്നതിന്റെ അർത്ഥം എന്താണ്, അത് പറയുന്ന സാഹചര്യം എന്താണെന്ന് അറിയാതെ ഞാനിങ്ങനെ പ്രതികരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ശശി തരൂരിനെ കിട്ടിയ അവസരം BJP ഉപയോഗിച്ചു. രാഹുൽ ഗാന്ധി വിദേശത്ത് സഞ്ചരിച്ച് ഇന്ത്യയെ അപമാനിക്കുമ്പോൾ തരൂർ സത്യം പറഞ്ഞെന്ന് K. സുരേന്ദ്രൻ. സത്യത്തിൽ ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ ഒരടിയാണ്. പുതിയ പ്രസ്താവനയിൽ തരൂരിനോട് കോൺഗ്രസ് അധ്യക്ഷൻ വിശദീകരണം തേടും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.